അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ആരെങ്കിലും അവലോസ് പൊടി ഉണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കിത് എങ്ങനെ ഉണ്ടാക്കും നോക്കിയിട്ട് വന്നാലോ. വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അംഗനവാടിയിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഒരു ന്യൂട്രി മിക്സാണ് അമൃതം പൊടി. ഇത് മിക്കവരും ഉപയോഗിക്കാറില്ല. കുട്ടികൾക്കൊന്നും അതിന് ടേസ്റ്റും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ അമൃതം പൊടി ഉപയോഗിച്ചിട്ട് ഒരു അവലോസ് പൊടി ഉണ്ടാക്കിയാലോ. 3 കപ്പ് അമൃതം പൊടി ഒരു വലിയൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് അമൃതം പൊടിക്ക് 1.5 കപ്പ് തേങ്ങ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ് ഇതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കിട്ടിയാൽ മതി. ഈ തേങ്ങയുടെ നനവിൽ തന്നെ ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് നനഞ്ഞു വന്നോളും. ഇത് സാധാരണ നമ്മൾ പുട്ടൊക്കെ നനയ്ക്കുന്ന ആ ഒരു പരുവത്തിന്, ഏകദേശം ആ ഒരു പരുവത്തിന് നേരിയൊരു നനവായിട്ടായിരിക്കണം ഇതിൻ്റെ ഒരു മാവ് ഇരിക്കേണ്ടത്. ഇപ്പോൾ നമ്മുടെ മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കാം. നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മിക്സ് ഒന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. വിറകടുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അവലോസ് പൊടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ അമൃതം പൊടിക്ക് ഓൾറെഡി നല്ലൊരു മണമാണ്. ഇത് നമ്മൾ വറുക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടാവും. അപ്പം നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഇത് അത്യാവശ്യം ഒന്ന് മൂപ്പായി വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഹൈ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് കൈയെടുക്കാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അത്യാവശ്യമൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മൂപ്പിക്കേണ്ടെന്നുള്ളവർക്ക് ഇതിന് തൊട്ട് മുമ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇറക്കാവുന്നതാണ് കേട്ടോ. ഇത് മൂത്തു എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് കയ്യിൽ ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുക. നല്ല ക്രിസ്പായിരിക്കും നമ്മൾ തൊടുമ്പോൾ. നല്ല ചൂടുണ്ടാവും, എന്നാലും ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് നമ്മളിതുപോലെ പിടിച്ച് നോക്കിയാൽ മതി. നല്ല ക്രിസ്പായി കഴിഞ്ഞാൽ അവലോസ് പൊടി റെഡിയായി എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് വേറൊരു പരന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം ചൂടാറുന്നത് വരെ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഉരുളിയുടെ ചൂട് കൊണ്ട് തന്നെ ഇത് വീണ്ടും മൂത്ത് പോകാനും ചിലപ്പോൾ അടിയൊക്കെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതിനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ അവലോസ് പൊടിയിൽ നമ്മൾ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അമൃതം പൊടിയിൽ തന്നെ പഞ്ചസാരയുണ്ട്. അപ്പോൾ ആവശ്യത്തിലും കൂടുതൽ മധുരമുണ്ട് ഈ അവലോസ് പൊടിക്ക്. കുട്ടികൾക്കൊക്കെ ഇത് വെറുതെ ചായയുടെ കൂടെ അല്ലെങ്കിൽ വൈകുന്നേരം പാലിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി പലഹാരമാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ അവലോസ് പൊടി വെച്ചിട്ട് ഉണ്ട അതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾ അമൃതം പൊടി കഴിക്കാനായിട്ട് മടി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ അമൃതം പൊടി ഉപയോഗിച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിച്ചോളും. എല്ലാവരും ഈ ഒരു അവലോസ് പൊടി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചാൽ മതി. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യണം. വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.